നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പുസ്തകം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഹോബി ചെയ്യുമ്പോഴോ സമയം പോകുന്നത് പോലും അറിയാതെ അതിലിങ്ങനെ ലയിച്ചു പോയിട്ടുണ്ടോ? ആ ഒരു പ്രത്യേക ഫീലില്ലേ? അതിനെയാണ് ഇക്കിഗ എന്ന പുസ്തകം ഫ്ലോ അല്ലെങ്കിൽ ഒഴുക്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ആ ഒരു കിടിലൻ അവസ്ഥയെക്കുറിച്ചും അതിലൂടെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താം എന്നുമൊന്ന് നോക്കാം. അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തുകൊണ്ടാണ് നമുക്കൊരു കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത്ര പാട്? ഈ ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്കെന്തു തോന്നുന്നു? ശരിയല്ലേ? ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നത് ഇന്നൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. സത്യത്തിൽ എന്തായിരിക്കും ഇതിന് കാരണം? കാരണം ഇതാണ്. നമ്മൾ ജീവിക്കുന്നത് നിരന്തരമായ ശല്യപ്പെടുത്തലുകളുടെ ഒരു കാലഘട്ടത്തിലാണ്, അല്ലേ? ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷനുകൾ, തുടരെയുള്ള ഇമെയിലുകൾ, സോഷ്യൽ മീഡിയ, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത കാര്യങ്ങൾ ഓരോ നിമിഷവും നമ്മുടെ ശ്രദ്ധയെ വലിച്ചെടുക്കുകയാണ്. ഈയൊരു ബഹളത്തിനിടയിൽ ഒരു കാര്യത്തിൽ പൂർണ്ണമായി മുഴുകുക എന്നൊക്കെ പറയുന്നത് ഒരു സ്വപ്നം പോലെയായി മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. നമുക്ക് നഷ്ടപ്പെട്ടുപോയ ഈ ശ്രദ്ധയെക്കുറിച്ചും. ഇക്കിഗൈ എന്ന പുസ്തകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ നമ്മുടെ സന്തോഷത്തിലേക്കുള്ള ഏറ്റവും വലിയ തടസ്സം ഇതുതന്നെയായിരിക്കാമെന്നാണ്. എന്തുകൊണ്ടാണ് ഈ ശ്രദ്ധയില്ലായ്മ ഇത്ര വലിയൊരു പ്രശ്നമായി മാറുന്നത്? ഈ ഒരു താരതമ്യം നോക്കൂ. ഇടതുവശത്ത് കാണുന്നത് എന്താണ്? ഒരേ സമയം ഒരുപാട് ജോലികൾ ചെയ്ത് ആകെ കൺഫ്യൂഷനായിരിക്കുന്ന ഒരാൾ. നമ്മളിതിനെ മൾട്ടി ടാസ്കിംഗ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി പ്രോത്സാഹിപ്പിക്കാറുണ്ട്, അല്ലേ? എന്നാൽ വലതുവശത്തേക്ക് നോക്കൂ. ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് എത്ര സമാധാനത്തോടെയാണ് ആ ജോലി ചെയ്യുന്നത്. ഇക്കിഗായ് പറയുന്നത് യഥാർത്ഥത്തിലുള്ള മികവ് ഈ രണ്ടാമത്തെ രീതിയിലാണെന്നാണ്. പക്ഷേ ഈ ശ്രദ്ധ ചിതറിപ്പോകുന്നതിനൊരു മറുമരുന്നുണ്ടെങ്കിലോ? ഉണ്ട്. അതാണ് നമ്മൾ അടുത്തതായി കണ്ടെത്താൻ പോകുന്ന രഹസ്യം. നമുക്കെല്ലാവർക്കും അനുഭവിക്കാൻ കഴിയുന്ന ഒരുതരം മാന്ത്രികമായ മാനസികാവസ്ഥ. അതെ, ആ അവസ്ഥയുടെ പേരാണ് ഫ്ലോ, അല്ലെങ്കിൽ ഒഴുക്ക്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങളൊരു പുഴയുടെ ഒഴുക്കിൽ പട്ടതുപോലെ ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണമായി അങ്ങ് അലിഞ്ഞു ചേരുകയാണ്. ചുറ്റുമെന്ത് നടന്നാലും നിങ്ങളറിയില്ല. സമയം പോലും നിശ്ചലമായതുപോലെ തോന്നും. സൈക്കോളജിസ്റ്റായ മിഹാലി ചിക്സെന്റ്-മിഹായിയാണ് ഈ ഒരു മനോഹരമായ ആശയം ലോകത്തിനു മുന്നിൽ വെച്ചത്. ഈ വാക്കുകൾക്ക് എന്തുമാത്രം ആഴമുണ്ടെന്ന് നോക്കിക്കേ. ഏറ്റവും സന്തോഷമുള്ളവർ ഏറ്റവും കൂടുതൽ നേടുന്നവരല്ല, മറിച്ച് ഒഴുക്ക് എന്ന അവസ്ഥയിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നവരാണവർ. ഇതിന്റെ അർത്ഥം എന്താണ്? സന്തോഷം എന്നത് വലിയ വലിയ നേട്ടങ്ങളിൽ മാത്രമല്ല ഒളിഞ്ഞിരിക്കുന്നത്, മറിച്ച് നമ്മുടെ ഓരോ ചെറിയ നിമിഷത്തിലും നമുക്കത് കണ്ടെത്താൻ കഴിയും. ഇനി ഈ ചിത്രമൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ തൊഴിൽ, പിന്നെ ലോകത്തിന് ആവശ്യമുള്ളത്, ഇതെല്ലാം കൂടി ഒത്തുചേരുന്ന ആ പോയിന്റിലാണ് ഇക്കിഗായ് ഉണ്ടാകുന്നത്. അപ്പോ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? അത് ഈയൊരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നൊരു പാലം പോലെയാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു കാര്യത്തിൽ പൂർണ്ണമായി മുഴുകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇക്കിഗായോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. ശരി, അപ്പൊ ഈ ഫ്ലോ എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമുക്ക് ഈ ഒരു കലയിൽ വൈദഗ്ധ്യം നേടിയ കുറച്ചുപേരിൽ നിന്ന് തന്നെ നേരിട്ട് പഠിക്കാമല്ലേ? ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ജപ്പാനിലെ ഒരു തക്കുമിയെ, അതായത് ഒരു കരകൗശല വിദഗ്ധനെ, ഒരുപക്ഷെ ഒരു തടിപ്പണിക്കാരൻ. അയാളുടെ ലോകമെന്ന് പറയുന്നത് ആ മരവും കയ്യിലെ ഉളിയും മാത്രമായിരിക്കും ആ നിമിഷം. അതുപോലെ ഒരു ഷോഗി കളിക്കാരൻ കളിക്കുമ്പോൾ പുറം ലോകമെന്നൊന്ന് അയാൾക്കില്ല. ഇവരുടെയെല്ലാം, അത് കലാകാരന്മാരാകട്ടെ കണ്ടുപിടുത്തക്കാരാകട്ടെ, ഇവരുടെയൊക്കെ പൊതുവായ രഹസ്യം ഒന്നു മാത്രമാണ്: ഒരേ ഒരു ജോലിയിൽ അചഞ്ചലമായ പൂർണ്ണമായ ശ്രദ്ധ. ഇനി ഏറ്റവും നല്ല വാർത്ത എന്താണെന്നറിയാമോ? ഈ ഫ്ലോ എന്ന അനുഭവമുണ്ടാകാൻ നിങ്ങളൊരു വലിയ മാസ്റ്ററോ വിദഗ്ധനോ ഒന്നും ആകണമെന്നില്ല. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഈയൊരു ശക്തി കണ്ടെത്താൻ കഴിയും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ എങ്ങനെയാണ് നമ്മൾ ഈ ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്തുന്നത്? പുസ്തകം വളരെ ലളിതമായ 4 സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. ഇതൊരു ഫോർമുല പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒന്നാമതായി, വ്യക്തമായ ഒരു ലക്ഷ്യം വേണം. രണ്ടാമത്, എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കുക. മൂന്നാമത്, ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അവസാനം, നിങ്ങളെ ചെറുതായി വെല്ലുവിളിക്കുന്ന എന്നാൽ പേടിപ്പിക്കാത്ത ഒരു ടാസ്ക് തിരഞ്ഞെടുക്കുക. ഫ്ലോ ഇല്ലാത്ത അവസ്ഥയും ഉള്ള അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഒന്നില് സമയം ഒരു ഭാരം പോലെ ഇഴിഞ്ഞു നീങ്ങുമ്പോൾ, ഫ്ലോയിലായിരിക്കുമ്പോൾ സമയം പറന്നു പോകുന്നത് നമ്മൾ അറിയുകയില്ല. ഒരു ജോലി ഒരു ഭാരമായി തോന്നുന്നതും അതേ ജോലി തന്നെ ഒരു സന്തോഷമായി മാറുന്നതും തമ്മിലുള്ള വ്യത്യാസമാണിത്. ഈ ടേബിൾ നോക്കിയാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാകും.
നമ്മുടെ മനോഭാവത്തിലെ ഒരു ചെറിയ മാറ്റം മതി ഒരു ജോലിയെ ഭാരത്തിൽ നിന്ന് ആനന്ദമാക്കി മാറ്റാൻ. ഇനി നമ്മൾ വരുന്നത് ഇതിലെ ഏറ്റവും ശക്തമായ ഒരു ആശയത്തിലേക്കാണ്. ഫ്ലോ എന്നതും നമ്മുടെ ഓരോ ദിവസത്തെ ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യവും തമ്മിലുള്ള ബന്ധമെന്താണ്? നമ്മളിൽ പലരും വിചാരിക്കുന്നത് എന്താണ്? സന്തോഷിക്കാൻ വേണ്ടി ജീവിതത്തിൽ വലിയ എന്തൊക്കെയോ നേടണം എന്നാണ്. ആ വലിയ കൊടുമുടി കീഴടക്കുന്നതും കാത്തു നമ്മളിരിക്കും. എന്നാൽ ഈ പുസ്തകം വളരെ ലളിതമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, സംതൃപ്തി അനുഭവിക്കാൻ അത്ര വലിയ നേട്ടങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ ഓരോ ദിവസത്തെയും ജോലികളെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. അവയെല്ലാം ഈ ഫ്ലോ കണ്ടെത്താനുള്ള ഓരോ അവസരങ്ങളാണ്. വളരെ ശ്രദ്ധയോടെ ഒരു ചായ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പൂന്തോട്ടത്തിലെ ചെടികളെ നോക്കുമ്പോൾ, എന്തിന് വീട് വൃത്തിയാക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ആ ഒരു പൂർണ്ണമായ ആനന്ദം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ പ്രധാനം നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നല്ല, നിങ്ങളത് എങ്ങനെ ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം കാതലെന്താണ്? നമ്മുടെ ലക്ഷ്യം പാത്രം കഴുകിത്തീർക്കുക എന്നതായിരിക്കരുത്, മറിച്ച് പാത്രം കഴുകുന്ന ആ ഓരോ നിമിഷത്തിലും പൂർണ്ണമായി ജീവിക്കുക എന്നതാണ്. ഈ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും ഒരു ധ്യാനം പോലെ മനോഹരമായി മാറും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിതൊന്ന് ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കിയാലോ? ഈ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് പൂർണ്ണമായ ശ്രദ്ധയോടെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ഒരൊറ്റ കാര്യം എന്തായിരിക്കും? അത് എന്തുമാകട്ടെ, ചെറുതോ വലുതോ ആകട്ടെ, അതിൽ നിങ്ങളുടെ ഫ്ലോ കണ്ടെത്താൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഈ വിശകലനം കണ്ടതിന് ഒരുപാട് നന്ദി.